അപ്പം നമുക്കൊരു ലാൻഡ്സ്കേപ്പ് വരയ്ക്കാം, വളരെ സിമ്പിളായിട്ടൊരു ലാൻഡ്സ്കേപ്പ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ഫയൽ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്ന് പിക്സൽസ് ആക്കാം. അതാകുമ്പോൾ എനിക്കത് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടും, ഒരു ഡെപ്ത് കിട്ടും. 1920 × 1080 നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അത് നമുക്ക് കുറച്ച് നമുക്ക് എന്താണ് ഒരു വലിപ്പം കിട്ടും കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് വരയ്ക്കുക. ഇതാ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് വരച്ചു. ഓക്കെ, എന്നിട്ട് റെക്റ്റാങ്കിൾ ടൂളിൻ്റെ അകത്ത് നമുക്കൊരു ഗ്രേഡിയൻ്റ് കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് അത് അവിടെ നിന്ന് ഗ്രേഡിയൻ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് ഒന്നല്ലോ, ഈ ഗ്രേഡിയൻ്റ് അകത്ത് നമുക്ക് ഇത് എന്താണ് മീൻസ് ഒരു കളർ എളുപ്പം എടുത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്വാച്ചസും കൂടെ എടുക്കാം. വിൻഡോയ്ക്കകത്ത് സ്വാച്ചസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ടൈപ്പ് ഓഫ് കളർ കൊടുക്കാം. ഒരു കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബ്ലൂ. ഓക്കെ, ലൈറ്റ് ബ്ലൂ കളർ. അല്ലെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ വലിച്ച് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടാൽ അതായത് കുറച്ചും കൂടെ എളുപ്പം. ഇതാ ഗ്രേഡിയൻ്റ് എഡിറ്റർ ഇവിടെ ഉണ്ട്. അവിടെ നമുക്ക് ഒരു ബ്ലൂ ദെൻ ടു ഡാർക്ക് ബ്ലൂ. ഓക്കെ, ഇപ്പോൾ അത്രയും ഡാർക്ക് ആയിട്ടില്ല, കുറച്ചും കൂടെ ഡാർക്ക് ആവട്ടെ. ഓക്കെ, ഇപ്പോൾ വലിയ കുഴപ്പമില്ല, വേണമെങ്കിൽ സ്വല്പം ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വരയ്ക്കാം കണ്ടോ, ഒരു പ്രാവശ്യം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ വരയ്ക്കാം കണ്ടോ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് വരയ്ക്കാം. ഓക്കെ, അപ്പം എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് സംഭവം. ഇതാ ഈ ഒരു രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് എനിക്ക് വേണ്ടത് കണ്ടോ. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് അത് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫീൽ വന്നിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യുക ജസ്റ്റ്. ഫൈൻ, അപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഇതിനെ നമുക്കങ്ങ് ലോക്ക് ചെയ്യാം. എങ്ങനെ ലോക്ക് ചെയ്യാം, ലെയറിൻ്റെ അകത്ത് ലോക്ക് ചെയ്യുക. വേറെ ഇതിനൊന്നും ഇതിൻ്റെ അകത്ത് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിന് നമ്മൾ തൊടത്തില്ല ഇത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് സ്ട്രോക്കും വേണ്ട. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. മീൻസ് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ അകത്ത് നമ്മൾ 2-3 ഒബ്ജക്റ്റിനെ വെക്കുന്നുണ്ട്. ഒബ്ജക്റ്റിനെ വെക്കാതെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ബ്രഷിൻ്റെ അകത്ത് വെച്ചിട്ട് കുറച്ച് ഒബ്ജക്ട്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്നൊരു എലിപ്സ് ടൂൾ എടുക്കുന്നത്, എന്നിട്ട് ഒരു പുതിയ ലെയർ എടുത്തിട്ട് എലിപ്സ് ടൂൾ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വരയ്ക്കുക ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേഡിയൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇവിടെ ക്ലിക്ക് ചെയ്താലേ ഇതിൻ്റെ ഗ്രേഡിയൻ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് സെലക്ട് ചെയ്യുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു പൊസിഷനിൽ നമുക്ക് ജസ്റ്റ് ഒരു വൈറ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, വൈറ്റും ആഡ് ചെയ്തിട്ട് ഈ ഭാഗത്ത് നമുക്കൊരു ലൈറ്റ്, ഈ ഒരു ബ്ലെൻഡ്. ഓക്കെ, ഇതിന് നമുക്കിങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ ഒരു വൈറ്റിനെ പിടിച്ച് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തിട്ട്, അത്രയും തിക്ക് വേണ്ട, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആക്കാം കണ്ടോ, റേഡിയലാക്കാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം, റേഡിയലാണെങ്കിൽ റേഡിയൽ, അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അനുസരിച്ച് മൂവ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ഒപ്പാസിറ്റി സ്വല്പം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയൊരു എന്താണ് ഒരു ഷേപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രേഡിയൻ എന്ന് പറയുന്നത്. അതിന് ഒപ്പാസിറ്റി വേണമെങ്കിൽ സ്വല്പം ഒന്ന് കുറയ്ക്കാം. ഒപ്പാസിറ്റി കുറച്ചത് എങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നിർബന്ധമില്ല, ഗ്രേഡിയൻ്റ് തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഏതാണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് കളർ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്വല്പം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുക. അതിൽ ഞാൻ നേരത്തെ ഒരു വൈറ്റും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതേ ഉള്ളൂ. ആ ഒരു വൈറ്റ് കളർ കൂടെ ബേസിക് ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ കൂടെ മിക്സ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയായിരുന്നു നമ്മൾ നേരത്തെ വെച്ചിരുന്നത്. ഇതിൻ്റെ കളർ വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ഡാർക്ക് ആക്കാം. ഡാർക്കായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കളറായിട്ട് മാറുമേ. ഓക്കെ, ഇത് മതി, തൽക്കാലം ഇങ്ങനെ മതി. സ്വല്പം കൂടെ അങ്ങ് ചെറുതാക്കുക. ഓക്കെ, കണ്ടോ ഇത്രയും ചെറുതായി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ, സ്വല്പം കൂടെ ചെറുതാക്കി. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരു എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്, ഒരു ബ്രഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് കണ്ടോ ആഡ് ബ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ബ്രഷസ്, എവിടെ നിന്നാണ് ബ്രഷ് എടുക്കുന്ന, വിൻഡോയ്ക്കകത്ത് ബ്രഷസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് ബ്രഷസ് എടുക്കുക. ഓക്കെ, ബ്രഷ് എടുത്തിട്ട് ബ്രഷസ് F5 ആണ് ഓപ്ഷന്. F5 ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്രഷസ് ആക്റ്റീവ് ആവും. ജസ്റ്റ് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ ചോദിക്കും ഈ ഒബ്ജക്റ്റിനാണോ നിങ്ങൾക്ക് ബ്രഷായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയണത് ആണ് സ്കാറ്റർ ആണ് എൻ്റെ ബ്രഷ്. അപ്പോൾ ഞാൻ ഓക്കെ എടുത്തു. ഓക്കെ എടുക്കുമ്പോൾ ദാറ്റ് എലമെൻറ്റ് ദാറ്റ് കനോട്ട് ബി യൂസ്ഡ് ഇൻ സ്കാറ്റർ ബ്രഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കാരണം മിക്കവാറും വേറെ ലെയറിലായിരിക്കും കിടക്കുന്നത്. നമുക്കതൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടെ നമുക്ക് ബ്രഷിനെ ആക്ടിവേറ്റ് ചെയ്യാം. സ്കാറ്റർ. ഓക്കെ, ദ സെലക്റ്റഡ് ആർക്ക് വർക്ക് കണ്ടെയ്നിങ് ദറ്റ് എലമെൻറ്റ് കനോട്ട് ബി യൂസ് ഇൻ സ്കാറ്റർ ബ്രഷ് എന്നാണ് പറയുന്നത്. നമുക്കൊരു കാര്യം ഇങ്ങനെ വലിച്ചിട്ട് നോക്കാം. ഇവിടെ കണ്ടോ
ഇപ്പോൾ ആക്റ്റീവ് ആയല്ലോ, എന്നിട്ടും പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് ഇത് വരാത്തത്. നമുക്കൊരു കാര്യം ചെയ്യാം, പ്യുവർ വൈറ്റ് ആക്കാം. ഓക്കെ, പ്യുവർ വൈറ്റ് ആക്കിയിട്ട് ഒന്നും കൂടെ ആഡ് ചെയ്ത് നോക്കാം, സ്കാറ്റർ ബ്രഷ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് കളറിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് ആവാത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് സ്കാറ്റർ ബ്രഷ്, ഞാൻ ഇതിൻ്റെ അകത്ത് ബ്രഷ് 1 അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഞാൻ സ്കാറ്റർ മാറ്റിയിട്ട് സൈസ് ഫിക്സഡ് സൈസാണ്. എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ റാൻഡമാണ്. റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സൈസിൽ വേണോ വരാം. അപ്പോൾ ഇതിനെ എനിക്ക് റാൻഡം ആക്കാം. ഒരെണ്ണം അങ്ങോട്ട്, ഒരെണ്ണം ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട്, ഇത് അങ്ങോട്ട്. ഇപ്പോൾ റാൻഡം അല്ലേ, അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഇതിന് നമുക്ക് ചെറുതായിട്ട് ഇങ്ങോട്ടാക്കാം. അപ്പോൾ ഇത് ഫ്രണ്ടിലോട്ടാണെങ്കിൽ ഇത് ബാക്കിലോട്ട്, അങ്ങനെ നമ്മൾ റാൻഡം, ചുമ്മാ റൊട്ടേഷനും എല്ലാം നമ്മൾ റാൻഡമായിട്ട് കൊടുത്തിട്ട് ഞാൻ ഓക്കെ എടുത്തു. എന്നിട്ട് ഇനി ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. കാരണം എന്താണ്, ഇത് ഓൾറെഡി നമ്മളെ ഹിസ്റ്ററിയിൽ വന്നു കഴിഞ്ഞു, ബ്രഷിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞു. കണ്ടോ, ഇതിന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ബ്രഷ് എടുക്കുക. കണ്ടോ, അപ്പോൾ ഡീഫോൾട്ടായിട്ട് നമ്മൾ ഈ ഒരു ബ്രഷിലാണ് നിൽക്കുന്നത്. കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ നമുക്ക് റാൻഡമായിട്ട് ഇതിനെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് വിടാൻ പറ്റും. ഇതാ കണ്ടോ, ഏത് രീതിയിലാണ് വേണ്ടത് ആ രീതിയിൽ നമുക്ക് ഇതിനെ പെയിൻറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതാ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രത്തോളം ഒപ്പാസിറ്റി വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം. വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ വാല്യൂ സ്വല്പം നമുക്കൊന്ന് കുറയ്ക്കാം, എല്ലാത്തിൻ്റെ ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് ഓക്കെ എടുത്തിട്ട് ഒന്നുകൂടെ പെയിൻറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അതെല്ലാം കൂടെ ഒന്ന് ആംഗിൾ കുറച്ച് ഇതായിട്ട് വന്നു. ഏതാണ്, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, ഇത് മൊത്തത്തിൽ ഒന്ന് അടുപ്പിച്ച് ഡിസ്റ്റൻസ് സ്വല്പം കൂടെ അലൈനാക്കുക. ഓക്കെ, നമുക്ക് സ്വല്പം കൂടെ ഡിസ്റ്റൻസ് വേണമെങ്കിൽ കൊടുക്കാം. ഇതിൻ്റെ ഡിസ്റ്റൻസ് സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. റാൻഡം ഒന്ന് കുറയ്ക്കാം, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പെയിൻറ്റ് ചെയ്ത് നോക്കുക, ഏതാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വരണം. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയായി. കണ്ടോ, ആ ഒരു ഇതിനനുസൃതമായിട്ടാണ് നമുക്കത് ട്വീക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണ് നമുക്ക് വരേണ്ടത് ആ രീതിയിൽ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റൊട്ടേഷൻ റാൻഡം പെയിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനെ ഞാൻ സ്വല്പം ഒന്ന് മൂവ് ചെയ്യുക, ഇതിൻ്റെയും സ്വല്പം ഒന്ന് മൂവ് ചെയ്യുക. റാൻഡം സ്പേസിങ് നമുക്ക് റാൻഡം വേണം. സൈസ് റാൻഡം ആണല്ലോ, അപ്പോൾ നമുക്കൊരു മിഡിലിൽ വയ്ക്കാം. സ്കാറ്റർ ചെയ്യുമ്പം എത്രയാണോ ഒരു മിഡിൽ സ്കാറ്ററിങ് മതി. റൊട്ടേഷൻ ഓക്കെ റാൻഡം. ഇനി നമുക്കൊന്നുകൂടെ വരച്ച് നോക്കുക, കറക്റ്റായില്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ഇതാ കുറേ വെളിയിലോട്ട് പോകണ്ട, വെളിയിലോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ച ഇത്രയും പൊസിഷനിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ബ്രഷ് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു. ഓക്കെ, മതി. ഇനി എല്ലാം കൂടെ സെലക്ട് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഒപ്പാസിറ്റി സ്വല്പം കൂടെ കുറച്ചാലും ഇതാ കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, സൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെ സൈസായിട്ട് നമുക്ക് കുറയ്ക്കാം. കണ്ടോ, ഇപ്പോൾ റാൻഡം കൂടെ വർക്ക് ചെയ്യുമ്പോൾ സൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈസും കുറയ്ക്കാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഇത് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, ഇവിടെ നമ്മൾ ഇപ്പം സ്പേസിംഗ് ആണ് നമുക്ക് കുറയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ സ്പേസിങ് കുറച്ചിട്ട് ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ സ്പേസിംഗ് ആയിരിക്കും വർക്ക് ചെയ്യണം. സോ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സ്പേസിങ്ങിനെ ഞാൻ സ്വല്പം അങ്ങോട്ട് കൂട്ടി, എന്നിട്ട് ഞാൻ ഓക്കെ എടുത്തിട്ട് അപ്ലൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ എത്രയും വേണം അത്രത്തോളം സ്ട്രോക്സ് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പം ഒരു റാൻഡമായിട്ട് വെക്കാമേ, എല്ലാം ഒരേപോലെ വെച്ചാൽ വൃത്തികളായിരിക്കും. റാൻഡമായിട്ട് ഓരോ പൊസിഷനിലും ഓരോന്നിരിക്കത്തക്ക രീതിയിൽ വയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഈ ഒരു ഏരിയക്കകത്ത് ഇങ്ങനെ ഇരിക്കണം. വേണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്ത് വീണ്ടും ഇതിൻ്റെ ഒപ്പാസിറ്റി ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു എലിപ്സ് ടൂൾ എടുക്കുകയാണ്. ഇതിൻ്റെ ഒരു പുതിയൊരു ലെയർ എടുക്കുന്നു. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അകത്ത് ഞാനൊരു വൈറ്റ് കളർ കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി മീൻസ് ഇതിൻ്റെ തന്നെ ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ഒരു കോപ്പി എടുക്കുക. എഫക്ട്സിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഒരു ഗോസിയൻ ബ്ലർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ എടുത്ത് ഇതിൻ്റെ ബാക്ക് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇത് വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു പ്രകാശം കൂടെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ രണ്ടും കൂടെ സെലക്ട് ചെയ്ത് കൺട്രോൾ അടിച്ച് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും അതിന് പ്ലേസ് ചെയ്യാം. ഞാൻ തൽക്കാലം ഇവിടെ പ്ലേസ് ചെയ്തേ, ഈ ഏരിയക്കകത്ത് പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഒബ്ജക്ട്സിനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിന് വേണമെങ്കിൽ സ്വല്പം കൂടെ സ്കെയിലൊക്കെ ചെയ്യാം. കേട്ടോ, അതാ ഒബ്ജക്റ്റിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റാം. കേട്ടോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ഒരു ഏരിയക്കകത്തൊക്കെ മൂവ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ട്വീക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫയൽ പ്ലേസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് സില്ലൗട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ സില്ലൗട്ട്സിനെല്ലാം ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഈ ഒരു ഏരിയക്കകത്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, പുറമുള്ള ഏരിയ ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു ഇതെങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാം എന്നുള്ള കാര്യം. എങ്ങനെ കൊണ്ടുവരാമെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമേജ് ട്രേസ് പറഞ്ഞല്ലോ. ഇമേജ് ട്രേസിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ തൽക്കാലത്തേക്ക് ലോ ഫെഡിലിറ്റി ഫോട്ടോ ആക്കാം. ഓക്കെ, എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ്, പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബേസ് സംഭവങ്ങൾ കംപ്ലീറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക, ഒരെണ്ണത്തിന് ഇവിടെ വെച്ച് കൊടുക്കുന്നു. ഓക്കെ, ഒരെണ്ണത്തിന് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നു. ഓക്കെ, ഒരെണ്ണത്തിന് നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നു. വേറെ ഒരെണ്ണത്തിന് ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്യില്ലെങ്കിൽ ബ്ലാക്കിന് എടുത്ത് കളയുക കേട്ടോ. ബ്ലാക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ നിർബന്ധമില്ല. ഇല്ലെങ്കിൽ നമുക്കിത് വരച്ചെടുക്കാം. ഇപ്പം ഞാൻ വരച്ചെടുക്കുന്നില്ല. ഞാൻ വരച്ചെടുക്കുന്നതിന് പകരം ഇത് കൊണ്ടുവന്നു. ഇപ്പോൾ എല്ലാം സെയിം തന്നെയാണ്. വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നെറ്റിൽ ഇതിൻ്റെ അകത്ത് സംഭവം കിട്ടും. ഇതിനെടുത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കളറും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത് ഇതിൻ്റെ കൂടെ ഇരുന്ന സംഭവമാണ് കണ്ടോ. ഡിലീറ്റ് ചെയ്ത് കളയുക, ഡ്രാഗ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഡിലീറ്റ്. ഇത്രയും കാര്യങ്ങളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, അത്രയും മെനക്കെട്ടിരുന്ന് ഡിലീറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അല്ല വേറെ മാർഗ്ഗമില്ല. എല്ലാം സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇവിടെ വീണ്ടും സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് വീണ്ടും സ്കെയിൽ ചെയ്തു, സ്കെയിൽ ചെയ്തു ദെൻ ഡിലീറ്റ്. ഓക്കെ, പുറത്തിരിക്കുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്കിപ്പോൾ ഇത് സംഭവം കിട്ടി അല്ലേ, നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരച്ചെടുക്കുക. ഇപ്പം ഞാൻ ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് പുറത്തിരിക്കുന്നതെല്ലാം പുറത്തിരുന്നോട്ടെ, അത് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അതിന് നമുക്ക് മൊത്തം പൊളിച്ചിങ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടെയാണ്. 1 2 3 4 5 6 7. ഡിലീറ്റ് ചെയ്യേ, ഡിലീറ്റ്. അനാവശ്യമായിട്ടുള്ള എല്ലാ എഡ്ജസിനെയും ഞാൻ റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു ഒരെണ്ണം വെച്ച് വേണമെങ്കിലും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് സെയിം സംഭവം ഒരു ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ കൺട്രോൾ X അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പുതിയ ലെയറിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. കൺട്രോൾ V. ഓക്കെ, അപ്പോൾ ഈ ലെയറിൽ ഇത് വന്നല്ലോ. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ഫൈൻ. എന്നിട്ട് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യുക. നമ്മൾ നേരത്തെ കൊടുത്തില്ലേ ഗ്രേഡിയൻറ്റ്, അതേ ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്യുക. ഗ്രേഡിയൻറ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതാകുമ്പോൾ ഇതുമായിട്ടൊരു ലിങ്ക് വരും. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നേരത്തെ പോലെ അതേ സ്വാച്ചസ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഏതാണ് നമ്മൾ കൊടുത്തത്, ബ്ലൂ, ലൈറ്റ് ബ്ലൂ. ഇത് വേണ്ട, സോ ഡിലീറ്റ് ഇറ്റ്. സെലക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇവിടെ നമ്മൾ ഡാർക്ക് അല്ലേ കൊടുത്തല്ലേ. ഓക്കെ, നമുക്ക് ആ ഒരു ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. മനസ്സിലായോ? ഇനിയിപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. നമുക്ക് ഓൾട്ട് ഹോൾഡ് ചെയ്ത് വേണമെങ്കിൽ മൂവ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ കളറിൽ സ്വല്പം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താം. ഇതാ. ഓക്കെ, എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇങ്ങനെ വരയ്ക്കാമെന്ന് പറഞ്ഞായിരുന്നു മുകളിലോട്ട്. കണ്ടോ, ഇതിലും അതേപോലെ വരയ്ക്കാമല്ലോ മുകളിലോട്ട്. ഏതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റിൽ നമുക്ക് മുകളിലോട്ട് വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, അത് ഏതാണ്, ഏത് രീതിയിലാണ് നമുക്ക് വരയ്ക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് അതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊരെണ്ണം നല്ല ഇതായിട്ട്. പിന്നെ ഒരെണ്ണത്തിൻ്റെ ഇത് കുറച്ച് കൊടുക്കുക. ഇത് ഞാൻ സ്വല്പം ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വരച്ചു. ഇതിനെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കി ഇവിടെ നിന്ന് സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെപ്ത് ഫീൽ ചെയ്യിക്കാൻ പറ്റും. കണ്ടോ, ആ ഒരു ഡെപ്ത് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാമേ. ഇവിടെ കൺട്രോൾ X അടിച്ചിട്ട് ഇവിടെ വയ്ക്കുക. എടുത്ത് ടോപ്പിൽ ഇടുന്നു ആ ലെയറിനെ എടുത്തിട്ട് കൺട്രോൾ V. കണ്ടോ, എന്നിട്ട് ഇതിനെടുത്തിട്ട് വീണ്ടും കൺട്രോൾ X അടിക്കുക. എന്നിട്ട് ഇതിനെ കൺട്രോൾ V. അതിനെടുത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ മൊത്തത്തിൽ സ്കെയിൽ ചെയ്യുക. ഈ പുറത്തിരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, ഇതിനെ സ്വല്പം ഒന്ന് ഒരു ഡിലേ കൊടുക്കുക. ഇതിനെ സ്വല്പം ഒന്ന് വലിച്ച് മൊത്തത്തിൽ അത് കവർ ചെയ്യുന്ന രീതിയിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, എത്രത്തോളം നമുക്ക് മൂവ് ചെയ്യാം അത്രത്തോളം നമ്മൾ ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് പാൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഫുൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഷേപ്പ് ബിൽഡർ ടൂൾ
അത് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുക പുറത്തെ സംഭവങ്ങൾ. സോറി, എല്ലാം സെലക്ട് ആയിരിക്കണേ, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. എല്ലാം സെലക്ട് ആയിരിക്കണം. സോറി, ഒന്ന് തിരിച്ചു വരാം. ഓക്കെ, എല്ലാം സെലക്ട് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതും സെലക്ട് ആയിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് ഫുൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഷേപ്പ് ബിൽഡർ ടൂളുണ്ട്. സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്യുക, റിമൂവ്, ഓൾട്ട് ഹോൾഡ് ചെയ്യുക, റിമൂവ്, ഓൾട്ട് ഹോൾഡ് ചെയ്യുക, റിമൂവ്. കണ്ടോ, ഇപ്പോൾ അത് പകുതിയായില്ലേ, അത് മാത്രമല്ലേ ആയുള്ളൂ. കണ്ടോ, വരച്ചം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻ അതിൽ നിന്ന് റിമൂവ് ആയി പൊക്കോളും. ഇതാ ജസ്റ്റ് ഡ്രാഗ്. ഓക്കെ, ഡ്രാഗ് ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കളഞ്ഞു, ഇവിടെ നിന്ന് ഇങ്ങനെ കളഞ്ഞു, ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കളഞ്ഞു. ഒരൊറ്റ പോർഷൻ പോലും വരാൻ പാടില്ല, എല്ലാ എഡ്ജസും റിമൂവ് ചെയ്ത് കളയുക. ജസ്റ്റ് ഡ്രാഗ് ചെയ്തങ്ങ് വിട്ടാൽ മതി, എല്ലാം പൊക്കോളും. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് വരച്ചങ്ങ് വിട്ടേക്കുക എഡ്ജസ്. വീണ്ടും ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഈ എഡ്ജസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക, ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, അവിടെ എന്തെങ്കിലും ബ്ലെൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ കളർ ബ്ലെൻഡും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക, നമുക്കത് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. കണ്ടോ, ഇതിങ്ങനെ മൂവ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ നേരത്തെ അതേ പ്രോസസ്സ് തന്നെ ചെയ്താൽ മതി. ഫുൾ സെലക്ട് ചെയ്യുക, എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്തിട്ട് ഇതിനെ റിമൂവ് ചെയ്ത് കളയുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി. ഇനി ഇത് വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന്, അല്ലെങ്കിൽ സ്വല്പം അത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സ്വല്പം കൂടെ ചെറുതാക്കുകയോ ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ ടോപ്പിൽ വയ്ക്കാം. ഓക്കെ, ഇത്രയും സെറ്റായല്ലോ നമുക്ക്. ഇനി എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫയൽ, വീണ്ടും പ്ലേസ്. അതിന് മുന്നേ ഞാൻ ഈ ബേസ് ലെയർ അങ്ങ് ഹൈഡ് ചെയ്യുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ പിടിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാത്തിലും കൂടെ കയറി വർക്ക് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഹൈഡ് ചെയ്താലും കുഴപ്പമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുക, പുതിയ ലെയർ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഫയൽ, പ്ലേസ് കൊടുക്കുക. പ്ലേസ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മരത്തിൻ്റെ ഒരു ഇതിങ്ങോട്ട് എടുക്കാം. കണ്ടോ, എന്നിട്ട് നമുക്ക് സെയിം പരിപാടി ചെയ്യാം. എന്താണ്, ഇമേജ് ട്രേസ്, എക്സ്പാൻഡ്, റൈറ്റ് ക്ലിക്ക്, അൺഗ്രൂപ്പ്, സെലക്ട്, ഡിലീറ്റ്. സോറി, പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട്, ഡിലീറ്റ്. ഓക്കെ, കണ്ടല്ലോ. ഇതിൽ നമുക്ക് മൂവ് ചെയ്തിട്ട് നമുക്ക് മരം നമുക്ക് ഇഷ്ടമുള്ള ഏരിയയ്ക്ക് അത് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഡ്രാഗ് ചെയ്തിട്ട് ഏത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഏരിയാസ് ഉണ്ടല്ലോ, നമുക്ക് ഏത് ഏരിയക്കകത്താണ് വെക്കേണ്ടത് ആ ഏരിയക്കകത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, നമുക്കിത് ഇതേ കളർ തന്നെ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കളർ പിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ അകത്ത് കളർ പിക്കറുണ്ട്, ജസ്റ്റ് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് തന്നെ ബ്ലെൻഡ് ചെയ്യാം. കണ്ടോ, പിന്നെ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവച്ച് കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഫയൽ, പ്ലേസ്, ഒരു ഡിയറിൻ്റെ ഒരു ഇതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു സില്ലൗട്ടും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇമേജ് ട്രേസ്, ദെൻ എക്സ്പാൻഡ്, റൈറ്റ് ക്ലിക്ക്, അൺഗ്രൂപ്പ്, പുറത്ത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ്, സെലക്ട് ചെയ്യുക, ഡിലീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേ കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതേ കളർ തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ നിന്ന് പിക്ക് ചെയ്യുക, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് വേണ്ട, ഈ കളർ വേണ്ട, നമുക്ക് ആ ഒരു ഏത് എക്സാക്റ്റ് കളറാണ് ആ ഒരു കളറിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ബ്ലാക്ക് ആയാലും വേണ്ട, വേറെ ഏതെങ്കിലും ഒരു കളറിലത്തേക്ക് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കളറിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കളറുമായിട്ട് വെച്ചില്ലെങ്കിൽ ആ ഒരു സുഖം കിട്ടത്തില്ല. അത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടത്തിന് ഏത് വേണം വയ്ക്കാം. ഇതും അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഏതുപോലെ നമുക്ക് ട്വീക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ വെച്ചു. ഇത് അപ്പുറത്ത് വയ്ക്കണമെങ്കിൽ അപ്പുറത്ത് വയ്ക്കാമേ. റൈറ്റ് ക്ലിക്ക്, അറേഞ്ച്, സെൻഡ് ടു ബാക്ക്, സോറി, അറേഞ്ച്, സെൻഡ് ബാക്ക്വേർഡ്. അല്ലെങ്കിൽ ഇതനുസരിച്ച് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ലോക്കായി കിടക്കുകയല്ലേ ഇത്, കൺട്രോൾ എക്സ് അടിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് ആ ഒരു ഇതെവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ വെച്ചിട്ട് ഇവിടെ വേണമെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യുക, കൺട്രോൾ വി അടിച്ചു കൊടുക്കുക, അതിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഏരിയക്കകത്താണ് പ്ലേസ് ചെയ്യേണ്ടത്, ഏത് ഏരിയക്കകത്താണ് പ്ലേസ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയക്കകത്ത് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ കളറും കൊണ്ടൊന്ന് മാറ്റിക്കൂടെ ഒന്നുകൂടെ. ഓക്കെ, കണ്ടോ, അതപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീൽ കിട്ടും. ഇതും അതേപോലെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട്, മറ്റേതെല്ലാം ലോക്കാണ്, അതുകൊണ്ടാണ് അത് ബാക്കിലോട്ട് ചാടി പോവാത്തത്. 1 2 3 4. ഓക്കെ, സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, അറേഞ്ച്, സെൻഡ് ബാക്ക്, അല്ലെങ്കിൽ അറേഞ്ച്, സെൻഡ് ബാക്ക്വേർഡ്. ഓക്കെ, അങ്ങനെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല, നമ്മളത് കണ്ടുപിടിക്കുക കേട്ടോ, എവിടെയാണ് ആ ഒരു നമ്മൾ സംഭവം വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ
കണ്ടുപിടിച്ച ശേഷം അതിൻ്റെ പുറകിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ അത് ഓരോന്നിൻ്റെ പുറകിലാണെങ്കിൽ ഓരോന്നിൻ്റെ പുറകിലാക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ളൊരു ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പിടിക്കാം. കണ്ടോ, നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് പിടിക്കാം. കണ്ടോ, മനസ്സിലായ സംഭവം? അത് കുറച്ചുകൂടെ കളറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാക്കി എടുക്കുക. അതേപോലെ ഇത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ കളറും നമ്മൾ വൃത്തിയായിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. ഇതുണ്ടല്ലോ, ഇപ്പം ഞാൻ ഇവിടെ വെച്ച് ഇവിടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, അറേഞ്ച്, സെൻഡ് ടു ബാക്ക്. ഒന്നുകൂടെ ഇതിന് സെലക്ട് ചെയ്തിട്ട് നമുക്കത് ആ ഒരു ഏരിയയ്ക്ക് അത് കറക്റ്റ് ലെയറിൽ തന്നെ പോകുന്നതാണ് വൃത്തി. ഇതെവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇത് കാണിച്ചു, കണ്ടോ, പാത്ത് കാണിച്ചു. ഇവിടെ നോക്ക്, കണ്ടോ, പാത്ത് കാണിച്ചല്ലോ. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതായിരിക്കുന്നു, കണ്ടോ, ആ ഒരു പാത്തിൻ്റെ അടിയിലോട്ട് ഇട്ട് കൊടുക്കുക. സോറി, നമ്മൾ നേരത്തെ എടുത്ത പാത്ത് ഏതാ പാത്ത്? ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇതല്ലേ പാത്ത്, ലെയർ 3 അല്ലേ? ഞാൻ ഇതിൻ്റെ അകത്ത് മൗണ്ടൻ അടിച്ചു കൊടുത്തു. ഓക്കെ, മൗണ്ടൻ്റെ അകത്ത് ഈ ഡിയറിനെ മൗണ്ടൻ്റെ പുറകിലിടും അല്ലേ? അത് രണ്ടും ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഡിയറിനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ബാക്കിലായല്ലോ. അപ്പോൾ അത് അറേഞ്ച് ചെയ്യുമ്പോൾ സ്വല്പം കൂടെ നോക്കിയതിന് ശേഷം അറേഞ്ച് ചെയ്യുക. ഓക്കെ, കണ്ടോ, അപ്പോൾ ഞാൻ ഈ കളർ കൊടുത്തതേ ഉള്ളൂ. ഈ കളർ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ബ്ലാക്ക് കൊടുത്താൽ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടും. കണ്ടോ, എല്ലാത്തിനും ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ ചെറുതായിട്ടൊന്ന് ഇളവിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ സെലക്ട് ചെയ്യുന്നു. ഏത് ടൂളാണ്? ഷേപ്പ് ബിൽഡർ ടൂൾ. ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ഇറ്റ്. ഓക്കെ, സംഭവം കഴിഞ്ഞു. അപ്പോൾ എല്ലാം കൂടെ സെലക്ട്. ഒന്നുകിൽ നമുക്കിങ്ങനെ വരയ്ക്കാം. ഞാനിപ്പോൾ വരയ്ക്കാൻ മെനക്കെട്ടില്ല, ഞാൻ തന്നെ ഡീഫോൾട്ടായിട്ടുള്ള നെറ്റിലെ സംഭവം തന്നെ എടുത്ത് വെച്ചു. അപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് പിടിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പം നിർബന്ധമായിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കേണ്ട ആ ഒരു സംഭവം നമ്മൾ പിടിച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഗ്രേഡിയൻ്റെ അകത്ത് നമുക്ക് ഏത് ഗ്രേഡിയൻ്റ് വേണമെന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇതാണെന്നുണ്ടെങ്കിലോ, ഈ ഗ്രേഡിയൻറ്റ് ഫ്രീ ഫോം ഗ്രേഡിയൻ്റ് ആണെങ്കിൽ നമുക്കത് ഇങ്ങനെ പിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വലിച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതും അതുപോലെ തന്നെ പിക്ക് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ചും കൂടെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിനെയും പിടിച്ചുകൂടെ മൂവ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിവിടെ സെലക്ട് ചെയ്തിട്ട് അല്ലെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കളർ, ആ ബ്ലൂവിൻ്റെ ആ ഒരു കളർ ലിങ്ക് ചെയ്ത് കൊടുത്താലും മതി. പിടിയിട്ടാ, കണ്ടോ. അപ്പോൾ ആ ഒരു കളറിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതേപോലെ ഇതിന് നമുക്ക് ഗ്രേഡിയൻ്റ് കൊടുക്കാം. കണ്ടോ, നമ്മൾ ഓൾറെഡി ഗ്രേഡിയൻ്റ് പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സെലക്ട് ചെയ്യുക, ഇവിടെ നമുക്ക് ഗ്രേഡിയൻ്റ് കൊടുക്കുക. ഓക്കെ, അതെങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ തന്നെ ഫിക്സ് ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് ആ ഗ്രേഡിയൻ്റ് ഇരിക്കേണ്ടത്. അല്ല ഫ്രീ ഫോം ആണെങ്കിൽ ഫ്രീ ഫോം കളറിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ ആ ഒരു ഫ്രീ ഫോമിൽ ഇട്ട് കൊടുത്ത് അടുത്ത കളർ ഇവിടെ ക്ലിക്ക് ചെയ്തു, അതിൻ്റെ ഒരു ലൈറ്റ് കളറിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തു. കണ്ടോ, അപ്പോൾ ഇത് മാറിക്കൊണ്ടേയിരിക്കും. കളർ ട്വിക്ക് ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ സെറ്റപ്പ് മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ആയിപ്പോയി. വൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രേഡിയൻ്റ് പിക്ക് ചെയ്യാം, ഇവിടെ വെച്ച് കൊടുക്കാം. അകത്ത് കയറാം കേട്ടോ. ഇങ്ങനെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എന്തുവേണം എഡിറ്റ് ചെയ്യാം. പുറത്തിറങ്ങി എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഞാൻ എല്ലാത്തിനെയും അങ്ങ് ലോക്ക് ചെയ്യുക. ഒരു ലോക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് അവസാനം വരെ അങ്ങ് ലോക്ക് ചെയ്യുക. അല്ലെ എല്ലാം സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ലോക്ക് ചെയ്യുക. കേട്ടോ, എല്ലാം ലാസ്റ്റ് ലോക്ക് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ചെയ്യണം എല്ലാം. ഓക്കെ, കഴിയും. ഇനി എഫ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കണ്ടോ, എഡ്ജസ്റ്റ് എന്തെങ്കിലും പുറത്തുണ്ടെങ്കിൽ എഡ്ജസ്റ്റിന് എന്ത് ചെയ്യുക, ആ പുറത്ത് നിന്ന് എഡ്ജസ്റ്റിന് മാറ്റിയെടുത്ത് കൊടുക്കും. പിടികിട്ടിയ സംഭവം. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട്സ് നമുക്ക് ഈസി ആയിട്ട് ഇതേപോലത്തെ ഔട്ട്പുട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു വർക്ക് എനിക്ക് വേണം. ഇതേപോലത്തെ ഒരു സംഭവം, ഒരു ലാൻഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വരയ്ക്കാനെന്നുണ്ടെങ്കിൽ
വെറുതെ സമയം കളയണ്ട. പക്ഷെ വരച്ച് പഠിക്കണം. സിമ്പിളായിട്ട് വരച്ച് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മാനുവലി വരയ്ക്കുന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുക.